ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ +2 പൊളിറ്റിക്കൽ സയൻസ് എക്സാം ആണല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് 2 മാർക്ക് മുതൽ essay ക്വസ്റ്റ്യൻ വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാത്സ് ഫോളോയിങ് ഒക്കെ പോലെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ലാഗ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 നോക്കാം. ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലീഡർ ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. അതായത് നാട്ടുരാജ്യത്തിന്റെ ഏകീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവിനെ എഴുതാനാണ്. ആരായിരുന്നു? നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. റൈറ്റ് ദ ആക്ട് വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് ഇൻ 1956. അതായത് 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ഒരു നിയമം. അപ്പൊ നമുക്കറിയാം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ഫസൽ അലിയുടെ നേതൃത്വത്തിലായിരുന്നു അല്ലേ. ഓക്കെ, അടുത്തത്, ഹു വാസ് ദ പ്രൊപ്പോണന്റ് ഓഫ് 2 നേഷൻ തിയറി. അതായത് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ വക്താവ് ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ പാർട്ട് ഓഫ് ഇന്ത്യ ടു ഹോൾഡ് ആൻ എലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമുക്കറിയാം മണിപ്പൂർ ആണല്ലേ, 1948. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അല്ലേ. ഓക്കെ, അടുത്തത്, ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിച്ച ഗാന്ധിയൻ ആരാണ്? പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ. ഓക്കെ, ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച ആരുടെ പ്രസംഗത്തെ പറയുന്നതാണ്? ജവഹർലാൽ നെഹ്റു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള 1 വേർഡ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ഇറ ഓഫ് ദ 1 പാർട്ടി ഡോമിനൻസ് ആണ്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഇൻ ദ ഫസ്റ്റ് ലോക്സഭ. അതായത് 1ാം ലോകസഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഏതാ എന്നുള്ളതാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 സീറ്റായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ ഡാഷ് പീരീഡ്. ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്? നമുക്കറിയാം, 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ. ഓക്കെ ആണല്ലോ. ഓക്കെ, 52 ഫെബ്രുവരി ഇലക്ഷൻ എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. കാരണം എന്താണ്? കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടന്നത് 52-ലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ടി വോൺ ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ലോക്സഭ സീറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇലക്ഷൻ. അതായത് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളിൽ 2ാം സ്ഥാനം നേടിയ പാർട്ടി ഏതാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ടി പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് അഖണ്ഡ് ഭാരത്. അതായത് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച പാർട്ടി. അഖണ്ഡ ഭാരതം ആരാവും? ജനതാ പാർട്ടി കേട്ടോ, ഭാരതീയ ജനതാ പാർട്ടി, BJP ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ദാറ്റ് ഒപ്പോസിറ്റ് നോൺ അലൈൻമെന്റ്. ചേരാ നയത്തെ എതിർത്തിരുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാ എന്നുള്ളതാണ്? സ്വതന്ത്ര പാർട്ടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ 3 പൊളിറ്റിക്സ് ഓഫ് ലാൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ജോയിന്റ് പ്രൊപ്പോസൽ ഓഫ് ബിഗ് ഇൻഡസ്ട്രീസ് ഇൻ 1944 സെറ്റ് അപ്പ് എ പ്ലാൻഡ് എക്കണോമി ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. അതായത് 1944 വന്ന ഒരു പ്രൊപ്പോസൽ ഏതായിരുന്നു? ബോംബെ പ്ലാൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻ. അതായത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? നമുക്കറിയാം, USSR ആണ് കേട്ടോ, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എക്കണോമിസ്റ്റ് ഇൻവോൾവ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദ ഫസ്റ്റ് 5-year പ്ലാൻ. അതായത് ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഡോക്ടർ KN രാജ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആരായിരിക്കും? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? മിൽക്ക് മാൻ വർഗീസ് കുര്യൻ ആണ് കേട്ടോ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പാൽക്കാരൻ. ഓക്കെ, അടുത്തത്, ആസൂത്രണ കമ്മീഷന് പകരം രൂപീകരിക്കപ്പെട്ട
സ്ഥാപനം ഇപ്പൊ ഏത് പേരില നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ അറിയപ്പെടുന്നത്? നീതി ആയോഗ് കേട്ടോ. 2015 പേര് മാറ്റിയത്, ഇപ്പൊ അടുത്താണ്. ഓക്കെ, അടുത്തത് ദ സ്റ്റേറ്റ് സഫേർഡ് ദ വേഴ്സ്റ്റ് ഫുഡ് ക്രൈസിസ് ഇൻ ദി 1960s. അതായത് 1960കളിലെ ഭക്ഷ്യപ്രതിസന്ധി ഏറ്റവും രൂക്ഷമായിട്ടുള്ള സംസ്ഥാനം ഏതായിരുന്നു? ബീഹാർ ആണ് കേട്ടോ, ബീഹാർ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 4 ആണ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീഡേഴ്സ് ഹു സൈൻഡ് ദ താഷ്കന്റ് അഗ്രിമെന്റ് ഓൺ 10th January 1966. അതായത് 1966 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാര് ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ദ ഫസ്റ്റ് നാം സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ് ഡാഷ് ഇൻ 1961. അതായത് ചേരായ്മ നയത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ബെൽഗ്രേഡിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, ബെൽഗ്രേഡ്. ഓക്കെ, അടുത്തത് ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ ഗ്രാൻഡഡ് അസിലം ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ അഭയം നൽകിയ ടിബറ്റൻ ആത്മീയ നേതാവ് ആരായിരുന്നു? ദലൈലാമയാണ് കേട്ടോ. ഓക്കെ, ദലൈലാമ. അടുത്ത ക്വസ്റ്റ്യൻ ദ യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ഹു റിസൈൻഡ് ആസ് എ മിനിസ്റ്റർ ഡ്യൂ ടു കോൺട്രോവേഴ്സി ഫോളോയിങ് ദ ചൈനീസ് അറ്റാക്ക് ഇൻ 1962. അതായത് 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ ഭാഗമായി മന്ത്രിപദം രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി ആര് എന്നുള്ളതാണ്. ഓക്കെ, ഉത്തരം VK കൃഷ്ണ മേനോൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആർക്കിടെക്ട് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചേരിചേരാ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. ചാപ്റ്റർ 5 ആണ്, ചാലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദി കോൺഗ്രസ് സിസ്റ്റം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദി ഇലക്ടോറൽ അലയൻസ് ഫോംഡ് എഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി ആൻഡ് കോൺഗ്രസ് ആർ ഇൻ 1961. അതായത് 1971 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസ് ആറിനും എതിരെ രൂപീകരിച്ച തിരഞ്ഞെടുപ്പ് സഖ്യം ഏതാണ് എന്നുള്ളതാണ്. ഗ്രാൻഡ് അലയൻസ് ആണ് കേട്ടോ, ഗ്രാൻഡ് അലയൻസ്, മഹാസഖ്യം. ഓക്കെ, അടുത്തത് ഗരീബി ഹട്ടാവോ ജയ് ജവാൻ ജയ് കിസാൻ. ഇതൊക്കെ ആരുടെയാണ്? ഗരീബി ഹട്ടാവോ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെയാണ് അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെയാണ്? ശാസ്ത്രിയുടെയാണ് കേട്ടോ. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ലീഡർ ഓഫ് ദ സിൻഡിക്കേറ്റ് ഫാക്ഷൻ? അതായത് സിൻഡിക്കേറ്റ് വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഉത്തരം K കാമരാജ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ കിങ് മേക്കർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് അതും K കാമരാജ് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1967 തിരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് ഇതര പാർട്ടിക്ക് വ്യക്തമായി ഭൂരിപക്ഷം ലഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. DMK ആണ് കേട്ടോ പാർട്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 6 ആണ് ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി കെയിം ടു പവർ അറ്റ് ദ സെന്റർ ഇൻ 1977 ലോക്സഭ ഇലക്ഷൻ. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടി ഏതാന്ന് തിരിച്ചറിയാനാണ്. അപ്പൊ നമുക്കറിയാം ജനതാ പാർട്ടിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. ഐഡന്റിഫൈ ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. അപ്പൊ കോൺഗ്രസ് ഇതര ഇന്ത്യൻ പ്രധാനമന്ത്രി, ഫസ്റ്റത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസ് പാർട്ടി അല്ലാത്തത്. അപ്പൊ അതും ആരായിരിക്കും? ജനതാ പാർട്ടിയുടെ നേതാവായിരുന്ന മൊറാർജി ദേശായി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ലീഡർ ഓഫ് ദി 1977 റെയിൽവേ സ്ട്രൈക്ക്? അതായത് 1977 റെയിൽവേ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ഉത്തരം ജയപ്രകാശ് നാരായണൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൗണ്ടർ ഓഫ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി. കോൺഗ്രസ് ഫോർ ഡെമോക്രസിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ആരായിരുന്നു? ജഗജീവൻ റാം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. ചാപ്റ്റർ 7 ആണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്. ഓക്കെ, അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട വ്യക്തി മേധ പട്കർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ലീഡേഴ്സ് ഓഫ് ചിപ്കോ മൂവ്മെന്റ്. അതായത് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ചന്ദിപ്രസാദ് ഭട്ടും അതുപോലെ സുന്ദർലാൽ ബഹുഗുണയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് വേർ ദ ആന്റി അറാക്ക് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം തുടക്കം കുറിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് വേർ ഡിഡ് ദ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് വാസ് ഫോംഡ്. അതായത് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം എവിടെയാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്ടിവിറ്റീസ് ഓഫ് ഭാരതീയ കിസാൻ യൂണിയൻ വാസ്
സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഉത്തർപ്രദേശ് എന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ് വന്നത് 2005 കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു ചാപ്റ്റർ. അടുത്തത് നോക്കാം, ചാപ്റ്റർ 8 ആണ് റീജിയണൽ ആസ്പിരേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫൗണ്ടർ ആൻഡ് ദ ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്. അതായത് മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകനെയും നേതാവിനെയും തിരിച്ചറിയാനാണ്. അപ്പൊ ആരായിരുന്നു? ലാൽ ഡെങ്കെ ആണ് കേട്ടോ. ഓക്കെ, ലാൽ ഡെങ്കെ. അടുത്തത് നോക്കാം, അടുത്തത് ലീഡർ ഓഫ് നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള ആണ് കേട്ടോ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം, ഹു വാസ് ദ ഫൗണ്ടിങ് ലീഡർ ഓഫ് ദ ദ്രാവിഡിയൻ മൂവ്മെന്റ്. അതായത് ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ആരായിരുന്നു? EV രാമസ്വാമി നായ്ക്കർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് സിഖ് ലീഡർ ഹു സൈൻഡ് ദ ഹിസ്റ്റോറിക് പഞ്ചാബ് അക്കോർഡ്. അതായത് ചരിത്ര പ്രസിദ്ധമായ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ച സിഖ് നേതാവ് ആരാണ് എന്നുള്ളതാണ്. ആരായിരുന്നു? ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ ആണ് കേട്ടോ. ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഓർഡേർഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് മാസ്റ്റർ താരാ സിംഗ് രൂപീകരിച്ച സംഘടനയുടെ പേരെഴുതുക. അക്കാലി ദളാണ് കേട്ടോ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 9 ആണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ കമ്മീഷൻ അപ്പോയിന്റഡ് ഡ്യൂറിംഗ് ദ ജനതാ ഗവൺമെന്റ് ടു ലുക്ക് ഇൻ ടു ദ കണ്ടീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വർഗ്ഗക്കാരുടെ അവസ്ഥ പരിശോധിക്കുന്നതിന് ജനതാ ഗവൺമെന്റ് കാലത്ത് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ്. മണ്ഡൽ കമ്മീഷൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഹുജൻ സമാജ് പാർട്ടി ഫൗണ്ടർ. അതായത് ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. BSP. ഓക്കെ, കൻഷി റാം ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് NDA എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. ഇതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ UPA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിലും മാച്ച് ദ ഫോളോയിങ്ങും ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സമവായത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നയങ്ങളിലുള്ള യോജിപ്പാണ്. അതുപോലെ ജാതി അധിഷ്ഠിത കക്ഷികൾ അത് മുന്നണി ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഇത് ടെക്സ്റ്റിലുള്ള വർക്കിലുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത് കേട്ടോ. സ്വകാര്യ നിയമവും ലിംഗനീതിയും അത് വരുന്നത് ഷാബാനോ കേസിലാണ്. ഓക്കെ, പ്രാദേശിക കക്ഷികളുടെ ശക്തി എന്ന് പറയുന്നത് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ച എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്റർ നോക്കാം. കോൾഡ് വാർ ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദ പ്രസിഡൻസ് ഓഫ് USA ആൻഡ് USSR ഡ്യൂറിംഗ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്. അതായത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്ത് USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും പ്രസിഡന്റുമാരെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആരൊക്കെയായിരുന്നു? നികിത ക്രുഷ്ചേവും അതുപോലെ JF കെനഡി കേട്ടോ. ജോൺ F കെനഡിയും ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് മിലിറ്ററി അലയൻസ് ഓഫ് US. അമേരിക്കയുടെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ്. നാറ്റോ, സെന്റോ, സിയാറ്റോ നമുക്കറിയാലോ. ഓക്കെ, അതുപോലെ USSRന്റെ ഏതായിരുന്നു? വാർസോ പാക്ട് ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ മൂവ്മെന്റ് ദാറ്റ് ചലഞ്ചഡ് ദ ബൈപോളാർ വേൾഡ്. ഇരുധ്രുവ ലോകത്തിന് വെല്ലുവിളി ഉയർത്തിയ ഒരു പ്രസ്ഥാനം. നാം ആണ് കേട്ടോ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ ചേരിചേരാ നയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 11 നോക്കാം, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പ്രസിഡന്റ് ഹു ഇൻട്രോഡ്യൂസ് economic and political reforms to build the Soviet Union in turn led to the disintegration. അതായത് ഇവിടെ എന്താ പറയുന്നത്? സോവിയറ്റ് യൂണിയനെ പുനർനിർമ്മിക്കുന്നതിന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന രാഷ്ട്രപതിയെ തിരിച്ചറിയുക. പക്ഷേ അതെന്താണ്? സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആരായിരുന്നു കൊണ്ടുവന്നത്? ഗോർബച്ചേവ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം, find out the leader who opposed the 1991 military coup in USSR and later won the election in Russian Republic. അതായത് സോവിയറ്റ് യൂണിയനിൽ 1991 സൈനിക അട്ടിമറിയെ എതിർക്കുകയും പിന്നീട് റഷ്യൻ റിപ്പബ്ലിക്കിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്ത നേതാവിനെ കണ്ടെത്തി എഴുതാനാണ്. അപ്പൊ ആരായിരുന്നു അത്? നമുക്കറിയാം, ബോറിസ് യെൽസിൻ ആണ് കേട്ടോ. ഓക്കെ, ബോറിസ് യെൽസിൻ. അടുത്തത് നെയിം ഓഫ് ദ റിഫോം ഇംപ്ലിമെന്റഡ് ബൈ ഗോർബച്ചേവ്. ഗോർബച്ചേവ് നടപ്പിലാക്കിയ
പരിഷ്കാരത്തിന്റെ പേര് എഴുതാനാണ്. പെരിസ്ട്രോയ്ക്കയും അതുപോലെ തന്നെ ഗ്ലാസ്നോസ്റ്റും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 12 നോക്കാം. US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ US മിലിറ്ററി ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് അൽ-ഖായ്ദ ടെററിസ്റ്റ് ഡ്യൂറിംഗ് ബിൽ ക്ലിന്റൺ ഇയേഴ്സ്. അതായത് ബിൽ ക്ലിന്റൺ വർഷങ്ങളിൽ അൽ-ഖായ്ദ ഭീകരർക്കെതിരെ US സൈനിക നടപടി എടുത്തത് ഏതാന്ന് കണ്ടെത്തി എഴുതാനാണ്. ഓക്കെ, ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് ആണ് കേട്ടോ. ആ ഓപ്പറേഷന്റെ എല്ലാ പേരും നിങ്ങൾ കറക്റ്റ് പഠിക്കാം. മാച്ച് ദ ഫോളോയിങ് എന്തായാലും, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉറപ്പാണ്. ഓക്കെ, അടുത്തത്, വിച്ച് വാർ വാസ് നോൺ ആസ് കമ്പ്യൂട്ടർ വാർ. കമ്പ്യൂട്ടർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതായിരുന്നു എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതായിരുന്നു? ഫസ്റ്റ് ഗൾഫ് വാർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുഷ് കൗണ്ടർ ഒഫൻസീവ് വാർ അഗെയിൻസ്റ്റ് ദ ടെററിസ്റ്റ് അറ്റാക്സ് ഓഫ് 9/11 ഈസ് നോൺ ആസ് ബൈ വാട്ട് നെയിം. അപ്പൊ 9/11 ഭീകരാക്രമണത്തിനെതിരെ ബുഷ് നടത്തിയ പ്രത്യാക്രമണ യുദ്ധം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. ഓക്കെ, അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ചൈനീസ് റൂളർ അഡോപ്റ്റഡ് ആൻ ഓപ്പൺ ഡോർ പോളിസി. അതായത് തുറന്ന വാതിൽ നയം സ്വീകരിച്ച ചൈനീസ് ഭരണാധികാരി ഡെങ് സിയാവോ പിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആസിയാൻ. ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 14 ആണ്, കണ്ടംപററി സൗത്ത് ഏഷ്യ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ വിച്ച് വർക്ക്ഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് തമിഴ് ഈഴം. അതായത് തമിഴ് ഈഴം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയുടെ പേര്. ഓക്കെ, ഏതായിരുന്നു? LTTE ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എ ലീഡർ ഹൂ ലെഡ് ദ സ്ട്രഗിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്. അതായത് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിനുള്ള പോരാട്ടം നയിച്ച നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണ് കേട്ടോ. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു സെൻഡ് ദ പീസ് കീപ്പിംഗ് ഫോഴ്സ് ടു ശ്രീലങ്ക. അതായത് ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാജവാഴ്ചയെ അനുകൂലിക്കുന്നവരും ജനാധിപത്യവാദികളും തീവ്രവാദികളും തമ്മിലുള്ള മത്സരം രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ച രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്. അതുപോലെ ബഹുപാർട്ടി മത്സരമുള്ള കരബന്ധിതമായ രാജ്യം ബംഗ്ലാദേശ് ആണ്. സമ്പദ് വ്യവസ്ഥയുടെ ഉദാരവൽക്കരണം ആരംഭിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ശ്രീലങ്കയാണ്. അതുപോലെ സൈനിക ജനാധിപത്യ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ സൈനിക വിഭാഗം ജയിച്ച രാജ്യം പാകിസ്ഥാനാണ്. ഇനി ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്രീയമായി സ്ഥിതി ചെയ്യുന്നതും അതുപോലെ മിക്ക ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയും ചെയ്യുന്ന രാജ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇവിടെ പഠിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 15 ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർ ദ യുണൈറ്റഡ് നേഷൻസ് കെയിം ഇൻ ടു ബീയിങ്. അതായത് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതായിരുന്നു വർഷം? 1945 കേട്ടോ. ഓക്കെ, ഒക്ടോബർ 24 UN ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ലെ, ഒക്ടോബർ 24. ഓക്കെ, അടുത്തത്, റൈറ്റ് ദ നെയിം ഓഫ് പ്രസിഡേഴ്സ് ഓഫ് UN. യുഎന്നിന്റെ മുൻഗാമിയുടെ പേര്. മുൻഗാമിയുടെ പേര് ഏതായിരുന്നു? ലീഗ് ഓഫ് നേഷൻ ആണ് കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഒപ്പോണന്റ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻ. ഐക്യരാഷ്ട്ര സഭയുടെ ഏറ്റവും വലിയ ഘടകം ഏതാണ് എന്നുള്ളതാണ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, സക്സസർ ഓഫ് ഗാറ്റ്. അപ്പൊ ഗാറ്റിന്റെ പേര് മാറ്റിയതായിരുന്നു ഏത്? WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത്, റൈറ്റ് ഹു ഈസ് ദ ഏഷ്യൻ ഹു ബിക്കെയിം സെക്രട്ടറി ജനറൽ ആഫ്റ്റർ 1971. അതായത് 1971 ശേഷം സെക്രട്ടറി ജനറൽ പദവിയിൽ എത്തിയ ഏഷ്യക്കാരൻ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ആരായിരുന്നു? ബെങ്കി മൂൺ ആണ് കേട്ടോ. സൗത്ത് കൊറിയയിൽ നിന്നുള്ള ബെങ്കി മൂൺ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 16 ആണ്, സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ക്യോട്ടോ അഗ്രിമെന്റ് റിലേറ്റഡ് ടു. ക്യോട്ടോ ഉടമ്പടി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 17 ആണ്, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലബ് ഓഫ് റോം പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് എന്നുള്ളതാണ്. ലിമിറ്റ്സ് ടു ഗ്രോത്ത് ആണ് കേട്ടോ. 1972 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് റെക്കമെൻഡഡ് ബൈ ദ റിയോ സമ്മിറ്റ് ഈസ് നോൺ ആസ്. അതായത് റിയോ ഉച്ചകോടി ശുപാർശ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അജണ്ട 21 എന്ന പേരിലാണ് കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ റിയോ കോൺഫറൻസ് ഈസ് നോൺ ബൈ അനദർ നെയിം, ഐഡന്റിഫൈ. റിയോ സമ്മേളനം മറ്റൊരു പേരിൽ പ്രസിദ്ധമാണ്, തിരിച്ചറിയുക. അപ്പൊ ഏത് പേരിലാണ്? ഭൗമ ഉച്ചകോടിയാണ് കേട്ടോ, എർത്ത് സമ്മിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ്? അന്റാർട്ടിക്ക ആണ് കേട്ടോ, അന്റാർട്ടിക്ക. ഓക്കെ, അപ്പോ ചാപ്റ്റർ 18 നോക്കാം. ഗ്ലോബലൈസേഷൻ ആണ്. ആഗോളവൽക്കരണത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയുടെ പേരെഴുതാനാണ്. അപ്പൊ നമുക്ക് വേൾഡ് സോഷ്യൽ ഫോറം പറയാം. ബ്രസീലിൽ വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് പറയാനുള്ള 1 വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. വളരെ എളുപ്പമാണ്. ഓരോ ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എല്ലാവരും എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക്